ബിദ്അത്ത് എന്ന് പറയണമെങ്കിൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരടിസ്ഥാനം പോലും ഇല്ലാതിരിക്കണം. അപ്പോഴേ ബിദ്അത്താവുള്ളൂ. സംഘടന ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ടീമുണ്ട്. ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉള്ളത് സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ്. ഇവർ വാദപ്രകാരം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രതിഫലം സ്ത്രീകൾക്ക് കർമ്മപരമായി കിട്ടേണ്ട വലിയ പ്രതിഫലം തടഞ്ഞിട്ട് ചെറിയ പ്രതിഫലത്തിലേക്ക് അവരെ കൊണ്ടുവച്ചിരുന്നത് ആത്മീയമായിട്ട് സ്ത്രീകളോട് ചെയ്യുന്ന വഞ്ചനയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബിദ്അത്തുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ എപ്പിസോഡും അതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. പുത്തൻവാദികളും എതിർക്കപ്പെടേണ്ട ബിദ്അത്തുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കുകയാണ്. മതത്തിനുള്ളിൽ കൃത്രിമമായി ചേർത്ത ആശയങ്ങളും രീതികളും തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഒരു സംശയ രൂപേണ ഞാൻ ഉന്നയിക്കുകയാണ്. ബേസിക്കലി എന്താണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് ചർച്ച ചെയ്യുന്നത്? പുത്തൻവാദികൾ എന്ന് പറയുമ്പോൾ പുത്തൻവാദങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ. പുത്തൻവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പരിചയമില്ലാത്ത വാദങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ പഴയ കാലം എന്ന് പറയുന്നത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും അതുപോലെ നബിതങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി പ്രാഥമിക രൂപം അടിസ്ഥാനപരമായി കാണിച്ചു തരാത്ത കാര്യങ്ങൾ പുതുതായി വാദിച്ചുണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ പുത്തൻവാദികൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക രൂപം കണ്ടതാണ്. നേരത്തെ നമ്മൾ നബിദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മദ്ഹ് പറയുന്നതിന് പ്രാഥമിക രൂപമുണ്ട്, സദഖ ചെയ്യുന്നതിന് പ്രാഥമിക രൂപമുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന ചില വിഷയങ്ങൾ, അവരുന്നയിക്കുന്ന വിഷയങ്ങൾ പ്രാഥമികമായി ഇസ്ലാമിൽ അങ്ങനെ ഒരു ചര്യ കാണാനേ കഴിയില്ല. നേരത്തെ പറഞ്ഞ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാലേ ഒന്ന് മഹാന്മാർ ഉദ്ധരിച്ച ഒരു ഉദ്ധരണി നമുക്ക് പറയാൻ കരുതി. പിന്നെ ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഉംദത്തുൽ കാരി. അതിൽ ബദറുദ്ദീൻ ഐനി തങ്ങളുടെ ഉംദത്തുൽ കാരി അദ്ദേഹം പറയണതാണ്, അൽ ബിദ്അത്തു ലുഗതൻ കുല്ലു ഷൈഇൻ അമില അലാ ഗൈരി മിസാലിൻ സാബിഖിൻ. ഭാഷാപരമായ അർത്ഥം വിശദീകരിച്ചാണ്. ശറഇൽ വ ശറഅൻ ഇഹ്ദാസു മാലം യകുല്ലഹു അസ്ലുൻ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യം പുതുക്കുന്നതിനേക്കാണ് ബിദ്അത്ത് പറയുന്നത്. അപ്പോൾ ആ പ്രവൃത്തി അങ്ങനെ തന്നെ നബിയുടെ കാലത്ത് വേണമെന്നില്ല. ആ പ്രവൃത്തിയുടെ അടിസ്ഥാനം നബിയുടെ കാലത്തുണ്ടെങ്കിൽ പോലും അതെന്തല്ല, ബിദ്അത്തല്ല. ഇനി അങ്ങനെ നബിയുടെ കാലത്ത് അടിസ്ഥാനം തന്നെ ഇല്ല നിൽക്കുക. അതുതന്നെ വഹി അലാ ഖിസ്മൈനി, രണ്ടിനമാണ്. ഒന്ന് ബിദ്അത്തുൻ ദലാല, മറ്റൊന്ന് ബിദ്അത്ത് വഹിയല്ലദീ ദക്കർന. അതാണ് ഇപ്പം നമ്മൾ ഉസ്താദ് നേരത്തെ വിശദീകരിച്ച ബിദ്അത്ത്. ഒരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല ഖുർആനോ ഹദീസിനോ ഇജ്മാനോ ഒക്കെ വിരുദ്ധമാകുന്ന രൂപത്തിൽ തുടങ്ങാന്നുള്ളതാണ്. എന്നാൽ ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ ഹസന എന്നത് വഹിയ മാ റആഹുൽ മുഅ്മിനൂന ഹസനൻ, മുഅ്മിനീങ്ങൾ നല്ലതായി കാണുന്നു. വലാ യകൂനു മുഖാലിഫൻ ലിൽ കിതാബി വസ്സുന്നത്തി വൽ അസരി വൽ ഇജ്മായി. ഖുർആന്, ഹദീസ്, അതുപോലെ തന്നെ അസർ, മഹാന്മാരുടെ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ, ഇജ്മായി, ഇതിനൊന്നും വിരുദ്ധമല്ലാത്തതും മുസ്ലിങ്ങൾ നല്ലതായി എണ്ണുന്ന കാര്യം അത് നബിതങ്ങളുടെ കാലത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ പോലും അത് നല്ല ബിദ്അത്താണെന്ന് അവർ വിശദീകരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ മദ്രസ പ്രസ്ഥാനത്തിനെ കുറിച്ച് മറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലത്തെ കാര്യങ്ങൾ. അതേ സമയത്തിൽ ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല മുസ്ലിങ്ങൾ ചീത്തയായി എണ്ണുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായത്. ഖുർആന് വിരുദ്ധം, ഹദീസിന് വിരുദ്ധം, ഹദീസ് നബിതങ്ങളെ വാക്ക് പ്രവർത്തി അനുവാദം. അസർ എന്ന് പറഞ്ഞാൽ മുൻഗാമികളാകുന്ന സലഫു സാലിഹീങ്ങളുടെ പ്രവർത്തനത്തിന് വിരുദ്ധം. ഇപ്പോൾ അതിന് നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഖുതുബ പരിഭാഷപ്പെടുത്തുക. ഖുതുബ പരിഭാഷപ്പെടുത്തുക എന്നത് ഖുതുബ ഒരു പുതിയ സംഭവം ഇപ്പോൾ തുടങ്ങിയതല്ല. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിലവിലുള്ളതാണ് ഖുതുബ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അറബിയിലാണ് ഖുതുബ ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ അറബിയിലാണ് ഓതുന്നത്. അപ്പോൾ പിന്നെ അവർക്കൊരു വാദം ഉണ്ടാവും, ചിലപ്പോൾ അത് അറബികൾക്കല്ലേ ഖുതുബ ഓതുന്നത്, അപ്പോൾ അവരെ പ്രാദേശിക വാർത്ത അറബി തന്നെയല്ലേ, അപ്പോൾ പിന്നെ അറബി തന്നെ ഓതിന് ചോദ്യം ഉണ്ടാവും. എന്നാൽ നമ്മുടെ കേരളവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സ്വഹാബത്ത് ആ കാലഘട്ടത്തിൽ ദീനി പ്രബോധനത്തിന് എത്തിയിട്ടുണ്ട്. ആ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയതിന് ഒരു തെളിവും ഇല്ല എന്ന് അവരുടെ അൽ-മുർഷിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവർ തന്നെ എഴുതിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല, സലഫു സാലിഹ് ആരും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അപ്പോൾ പിന്നെ അവിടെ പറയാം, ചിലപ്പോൾ അത് അറബിയിൽ ഓതിയത് ശരിയാവുകയും ചെയ്യും. ഈ വന്ന ആളുകൾക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അവർ അറബിയിൽ ഓതിയാണെന്ന് പറയാൻ സാധ്യത, പരമാവധി അവരുടെ സാധ്യത അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച താബീങ്ങൾ അഥവാ സ്വഹാബക്കളെ കണ്ട മുസ്ലിംമാരുടെ താബീങ്ങളാണല്ലോ. ഈ താബീങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ നമ്മളവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരൊക്കെ മലയാളികളല്ലേ. ആ മലയാളികൾ മലയാളത്തിൽ ഓതുമെന്ന് കാണിച്ചു തന്നാൽ മതി. അതുമില്ല.
അപ്പോൾ ലോകത്ത് ആരും അങ്ങനെ ഓതിയിട്ടില്ല, സലഫു സാലിഹ്യങ്ങൾ ആരും ഓതിയിട്ടില്ല, എല്ലാവരും അറബിയിലാണ് ഓതിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ ഹദീസിനും അസറിനും എതിരാണ് ഖുതുബയുടെ പരിഭാഷ. അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ട വിധത്താണ്, ചീത്ത വിധത്താണ്. ചീത്ത വിധത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നിർബന്ധന പ്രകാരമുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ചീത്തയാകുന്ന വിധത്താണ്. പിന്നെ ആകെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് നമ്മളെ ബുദ്ധിപരമായ ചിന്തക്കനുസരിച്ച് കൊണ്ട് അത് മാറ്റാൻ പറ്റൂല. ഇപ്പം നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധത്താണ്. ഇനിയിപ്പോൾ നമുക്കൊരു വിധത്ത് പുതിയ ഉണ്ടാക്കാം. ഇവർ ചെയ്ത പോലെ നല്ലത് നോക്കുകയാണെങ്കിൽ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സുബൈ 2 റക്അത്താണ്. പക്ഷേ ഇന്ന് ആളുകൾക്ക് ബിസിനസ്സും കച്ചവടമൊക്കെ ആയിട്ട് ഉച്ചക്കൊക്കെ ഫുൾ തിരക്കാം. ഓടിപ്പോയിട്ട് 2 റക്അത്ത് എങ്ങനെയോ നിസ്കരിച്ച് വരികയാണ് വരും കഥായത് എഴുതിയിട്ട്. സുബൈക്കാണെങ്കിൽ 9 മണിക്ക് അവർക്ക് ഡ്യൂട്ടി തുടങ്ങുള്ളൂ, അതുവരെ ഫുൾ ഫ്രീയാണ്. അപ്പോൾ സുബൈക്ക് ഒരു 8-10 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ തൽക്കാലം ഒരു ളുഹ്റ് ആണ്ട് ഒഴിവാക്കിയാൽ നല്ല റാഹത്തായിട്ട് ഇബാദത്തെടുക്കാമല്ലോ, സന്തോഷത്തോടെ ഇബാദത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ വിധേയത്ത് തുടങ്ങാൻ പറ്റുമോ? പറ്റൂല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന രൂപത്തിനെതിരാണ്. ഇതുപോലെയുള്ള ഒരു വിധത്താണ് അവർ ഈ ഖുതുബ പരിഭാഷയിൽ തുടങ്ങി വെച്ചത്. ഈ ഖുതുബ പരിഭാഷ തന്നെ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുതുബ വേണം അത് നടപ്പിലാക്കുന്നത് തുർക്കിയിൽ കമാൽ പാഷയാണ്, മുസ്തഫ കമാൽ പാഷ. അത്താതുർക്ക് എന്ന അയാളെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു വിഷയം. അത്താതുർക്ക് എന്ന തുർക്കികളുടെ പിതാവ് എന്നാണ്. ശരിക്കും തുർക്കികളുടെ ഒരു പിതാവാനുള്ള യോഗ്യത അയാൾക്കുണ്ട്. അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ പക്കാ നിരീശ്വരവാദിയായിരുന്നു അയാൾ. മുസ്തഫ കമാൽ പാഷയാണ് ആദ്യമായിട്ട് ലോകത്ത് ആ തുർക്കിയിലാണ്. എന്നിട്ട് അവിടെ ചരിത്രം പറയുന്നുണ്ട്, തുർക്കിയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ അവരുടെ തുർക്ക് ഭാഷയിൽ, തുർക്കികളെന്ന് പറഞ്ഞാൽ ഭാഷാപ്രേമികളാണ്, തുർക്ക് ഭാഷയോട് അങ്ങേയറ്റം അവർക്ക് താല്പര്യമുള്ള ആൾ. ഇന്നും അവരുടെ എർദോഗൻ്റെ ഒക്കെ പ്രസംഗങ്ങളും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവർ തുർക്കി ഭാഷയ്ക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നേക്കാൾ ഇപ്പോൾ പേര് മാറ്റി തുർക്കിയെ എന്നാണ്, ടർക്കി എന്നുള്ളത് മാറ്റി തുർക്കിയെ എന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ഭാഷയോടുള്ള അത്രയ്ക്ക് സ്നേഹം. അവർ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഖുത്ബ അത് അറബിയിൽ തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ആദ്യമായിട്ട് അവരുടെ ഈ മുസ്തഫ കമാലിൻ്റെ നിർദ്ദേശം അയാൾ മുഴുവൻ താടി വടിക്കൽ താടി വളർത്തൽ നിരോധിച്ചു, പിന്നെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഹിജാബ് നിരോധിച്ചു, ബാങ്ക് വിളി വരെ പ്രാദേശിക ഭാഷയിലാക്കി. കാരണം നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് പ്രാദേശിക ഭാഷയിലാക്കി ആദ്യ പടിയായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഖുതുബ അവരുടെ തുർക്കി ഭാഷയിൽ ഓതിയ സ്ഥലത്ത് നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി എന്നാണ്, ജുമുഅക്ക് വന്ന ആളുകൾ. കാരണം അവർക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത 20-ാം നൂറ്റാണ്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ 14 നൂറ്റാണ്ടുകൾ അപ്പുറത്തിന് വിധങ്ങളുടെ അത്രയും പ്രാദേശികവാദികളായിട്ട് പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര കാലം കേരളത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് 1950-കളിൽ ഒതായിലാണ് അവർ ആദ്യമായിട്ട് അത് പുതിയൊരു വിധേയത്താണ്. അതിലും ഒരു വിധേയത്ത് അവർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വാദപ്രകാരം സ്ത്രീകൾ പള്ളി പോകാന്നാണ്. പുതിയ അവരുടെ വിധേയത്ത് പറയാണല്ലോ. അവർ വാദപ്രകാരം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, അത് മറ്റൊരു വിഷയം. പക്ഷേ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളി പോയത് കാണാം. ഇതാണ് ഇപ്പോൾ അവർക്ക് ആകെ തെളിവ്. പിന്നെ ഹിജാബിൻ്റെ ആയത്ത് വന്നതിന് ശേഷമാണ് നിന്നും പോണത്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളി പോയത് ഏത് ഹദീസ് പരിശോധിച്ചാലും പുരുഷന്മാരുടെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കുകയാണ്. ഈ സ്ത്രീകൾക്കായിട്ട് പള്ളിയിൽ ഒരു ഏരിയ അവർക്കായിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞത് അവർക്ക് വെക്കുന്ന അത് ഒരു ഹദീസിലോ വൈഫ് ഹദീസിലുകൾക്ക് കാണാൻ പറ്റൂല. അത് വേറെ വിധത്താണ്. ഈ ഹദീസിന്റെ വാല് പിടിച്ച അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ വാല് പിടിച്ചാണ് അന്നും പള്ളിയിൽ സ്ത്രീകൾ പോയിട്ടുണ്ട് എന്നതിന്. അതെ പള്ളിയിൽ പോയിട്ടുണ്ട് അവർക്ക്. അതാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ വിഷയം അതല്ല, അത് വിധേയത ആയതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കാത്തത്. പക്ഷേ ആ പ്രത്യേകമായി അവർക്ക് റിസർവ് ചെയ്തിട്ടൊരു സ്ഥലം സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവം ഇവർ തുടങ്ങിയെന്നല്ലാതെ എവിടെയില്ല. ഇപ്പോൾ ഒരു മക്കത്തേക്ക് നോക്കിയോളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മദീനയ്ക്ക് നോക്കിയോളി എന്ന് പറയും. യഥാർത്ഥത്തിൽ മക്കത്തും മദീനത്തും അല്ല ദീന് നോക്കേണ്ടത്. ഇനി അവിടേക്ക് നോക്കിയാലും സ്ത്രീകൾക്കായിട്ട് ഒരു ഭാഗം റിസർവ് ചെയ്തിട്ടില്ലല്ലോ. അവിടെ സ്ത്രീകൾക്കൊരു ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ അത് തനിച്ച വിധേയത്ത് അവർ തുടങ്ങിയതാണ്. പെണ്ണുങ്ങൾ പള്ളിക്ക് പോയാലും വിധേയത്താണെന്ന് മറ്റൊരു വിഷയം. അതിനിപ്പോൾ അവർ നമ്മൾ തമ്മിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസം നമ്മൾ ആ ചർച്ചയിലേക്ക് പോകാതെ ഒരു ഏരിയ ഇവരിപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് സെഫ് കെട്ടിയാൽ പുരുഷന്മാർ 5 സെഫ്, അതിനുള്ള സ്ത്രീകൾ ചിലപ്പോൾ 7 സെഫ് കയറും. അപ്പോൾ അവർ 2 സെഫ് അവിടെ വെറുതെ നിൽക്കുകയാണ്. ഇപ്പുറത്ത് സെഫില്ല. ചിലപ്പം പുരുഷന്മാർ 5 സെഫ്, സ്ത്രീകൾ 3 സെഫ്. അപ്പോൾ 2 സെഫ് അവിടെ ഇല്ല. സെഫ് മുഴുവനാണില്ല അവരുടേത്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സ്ഥലത്തേക്ക് കയറാൻ പാടില്ല, പള്ളിയിലേക്ക് തീരെ കയറാൻ പാടില്ല. അപ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഒമൻ അള്ളലും ഇമ്മൻ മാന മസാജിദ് അല്ലാന്നാ. അള്ളാന്റെ പള്ളി വരയ്ക്കുന്നതിനേക്കാൾ എത്ര വലിയ അക്രമി ആരാന്നുള്ള ഖുർആൻ വയ്ക്കുക. യഥാർത്ഥത്തിൽ പള്ളി വരയ്ക്കുന്നത് അവരാണ്. പള്ളി ഒരു ഭാഗത്തേക്ക് പുരുഷന്മാർക്ക് കയറാൻ പാടില്ല, മറ്റേ ഭാഗത്തേക്ക് സ്ത്രീകളും കയറാൻ പാടില്ല. അവർ പറയുന്ന ഒരു കാര്യം ലാ തംനു ഇമാ അല്ലാഹി മസാജിദ് അല്ലാ. എന്നിട്ടോ സ്ത്രീകൾക്ക് പള്ളിയുടെ ഒരു ഭാഗം മാത്രമേ പറ്റൂ, മറ്റു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ. ഒരു ആണുങ്ങൾ പെണ്ണുങ്ങളെ വിലങ്ങി, ഒരു ഭാഗം ആണുങ്ങൾക്ക് വിലങ്ങി, മറ്റേ ഭാഗം പെണ്ണുങ്ങൾക്ക് വിലങ്ങി. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരെ വക കടത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. പള്ളിയിൽ പോകണ നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അത് പള്ളിയിൽ പോകുന്നതിന് തടയണം വെച്ചെങ്കിൽ പള്ളിയാണ് ഉത്തമം എന്ന് പുരുഷന്മാർക്ക് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസ് മതി തടയാൻ. ഇനിയിപ്പോൾ തടയണോ വേറെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പള്ളിയിൽ ഇങ്ങനെ താമസിക്കുക, ഒരു മുജാഹിദിൻ്റെ പള്ളിയിൽ പോയിട്ട് താമസമോ,
അവിടെ ഫുൾ ടൈം നിങ്ങൾ ഭക്ഷണം അവിടെയാണ്, താമസം അവിടെയാണ്, പാർപ്പിടം ബാത്റൂമിനൊക്കെ അവിടെയാണ്. നിസ്കരിക്കാൻ നേരത്തെ നിങ്ങൾ പള്ളി നിസ്കരിക്കാൻ ഉദൊക്കെ ഉണ്ടാക്കി ഡ്രസ്സൊക്കെ മാറ്റി നിസ്കരിക്കാൻ വീട്ടിൽ പോയി നിസ്കരിക്കുക. അങ്ങനെ മുജാഹിദ് സമ്മതിക്കുമോ? എന്താ പുരുഷന്മാർക്ക് വരെ നിസ്കരിക്കൽ വിലക്കുണ്ടോ ഇസ്ലാമിൽ എന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് വരെ നിസ്കരിക്കാമല്ലോ, വിലക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പുരയ്ക്ക് പോയാൽ ഞങ്ങൾ വേറെ പോയി താമസിക്കില്ല, ഞങ്ങളെ പള്ളി താമസിക്കേണ്ടി വരുമല്ലോ. എന്നതുപോലെ സ്ത്രീകൾക്ക് അഫ്ദൽ വീടാണെന്ന് പറയുമ്പോൾ ആ അഫ്ദൽ ഒഴിവാക്കിയിട്ട് പള്ളിയിൽ വിലക്കാൻ പറ്റൂല എന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ യഥാർത്ഥത്തിൽ ഇവർ സ്ത്രീകളോടൊരു വഞ്ചനയാണ് കാണിക്കുന്നത്. നമ്മളൊരു അമല് ചെയ്യുന്നത് എന്തിനാ? പ്രതിഫലം ലഭിക്കാനല്ലേ? നമുക്കൊരു പ്രതിഫലം അള്ളാഹുവിൻ്റെ ഒരിക്കലൊരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്താൽ, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള രൂപം ചെയ്താൽ കൂടുതൽ അടുപ്പം കിട്ടും. ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ്. എന്നിട്ട് അത് തടഞ്ഞിട്ട് മുഴുവൻ പ്രതിഫലം എടുക്കാൻ അവരെ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവർക്ക് ഇവരെ വാദപ്രകാരം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രതിഫലം, സ്ത്രീകൾക്ക് കർമ്മപരമായി കിട്ടേണ്ട വലിയ പ്രതിഫലം തടഞ്ഞിട്ട് ചെറിയ പ്രതിഫലത്തിലേക്ക് അവരെ കൊണ്ടുപോയി ചെയ്യുന്നത് ആത്മീയമായിട്ട് സ്ത്രീകളോട് ചെയ്യുന്ന വഞ്ചനയാണത്. അപ്പോൾ നമ്മളെ വിഷയം എന്നാണ് ജോലി തുറക്കുന്ന വിധേയത്താണ്. നമ്മൾ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളിൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു എന്നല്ല. അപ്പോൾ ഇങ്ങനെ കുറേ വിധേയത്തുകൾ ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ വിധേയത്തുകൾ അവർ തുടങ്ങി വെച്ച വിധേയത്തുകൾ മുഴുവൻ അത് നമ്മൾ എതിർക്കുന്നതും അവർ അംഗീകരിക്കുന്നതും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിധേയത്തുകളൊക്കെ മുജാഹിദികൾ തുടങ്ങിയത് നമ്മൾ എതിർക്കുന്നതാണ്. ഇനി രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ചില വിധേയത്തുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്ത്? സംഘടന ഉണ്ടാക്കുക, മദ്രസകൾ ഉണ്ടാക്കുക, സമ്മേളനങ്ങൾ നടത്തുക, വാർഷിക സമ്മേളനം നടത്തുക, നല്ല വിധേയത്തായി രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഇതെല്ലാവരും അംഗീകരിക്കും. ചിലത് വരെ അംഗീകരിക്കും, ചിലത് തള്ളുക എന്നല്ലാതെ ഫുൾ വിധേയത്ത് തല്ലാണ് ഇവരുന്ന് മുഴുവൻ ഒഴിവാക്കണം. അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ വാദമുണ്ട്, സംഘടന വിധേയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ടീമുണ്ട്. സംഘടന പാടില്ല, അവർക്ക് സംഘടന ഉണ്ട്. സുഹേൽ ചുങ്കത്തറിന്റെ ടീമുണ്ട്, ആ ടീം പറഞ്ഞ് സംഘടന വിധേയത്താണ്. വേറെ ആൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടീനെ വയറ്റിൽ പോറ്റി വളർത്തിയത്, അതുകൊണ്ട് ഞാൻ കുട്ടീനെ ഇനി പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല, അതും ശിർക്കാണ്, അതുകൊണ്ട് അതിപ്പോ സോഷ്യലി ഭയങ്കര പ്രശ്നമായിട്ട് നേരത്തെ പറഞ്ഞ ഇസ്ലാമോഫോബിക്കിന്റെ ആളുകൾ ഇസ്ലാമിനെ വികലമായി മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാന കാരണം ഇവരുടെ കുറെ വാദങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് എന്ന് പറയണമെങ്കിൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരടിസ്ഥാനം പോലും ഇല്ലാതിരിക്കണം, അപ്പോഴേ ബിദ്അത്താവുള്ളൂ. അതിൽ തന്നെ നല്ലതും ചീത്തയുണ്ട്, ചീത്തയുമുണ്ട്. അത് ഖുർആനും ഹദീസും ഇജ്മാഉം എതിരാവാതിരിക്കുകയും മുസ്ലിങ്ങൾ നല്ലതായി എണ്ണുകയും ചെയ്താൽ അത് നല്ല ബിദ്അത്തായി. അല്ലാതിരിക്കുമ്പോൾ അത് ചീത്ത ബിദ്അത്താണത്. അതാണിപ്പോൾ അതിൻ്റെ ഒരു മൊത്തം നമ്മളെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിധേയത്തുകൾ ഇത്തരം കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നാൽ നമ്മളോട് അവർ വിധേയത്താണെന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ വിധേയത്തല്ല, അല്ലെങ്കിൽ നല്ല വിധേയത്താണ്, രണ്ടാളൊന്നിൽപ്പെട്ടായിരിക്കും. അപ്പോൾ നമ്മളിതുവരെ റബീഉൽ അവ്വലിൻ്റെ ഒരു ആഗമനത്തിൽ നിന്ന് തുടങ്ങി നല്ല വിധേയത്തുകളുടെയും ചീത്ത വിധേയത്തുകളുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പലരും വക്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കണം ഒരു പ്രവാചക സ്നേഹി അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചക പ്രകീർത്തനത്തിൻ്റെ അലിയൊലികൾ, ഈരടികൾ മുഴക്കുക എന്ന് പറയുന്നതാണ്. അതിന് പ്രധാനപ്പെട്ടതാണ് മൗലിദുകൾ. ഈ ചർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ 4ാമത്തെ ദിവസം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി.